ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആൻഡ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 മേജർ റിഫോംസ് ആണ്. NCF എന്ന് പറയുന്നത് 2005 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതായത് NCERT ആണ് 2005 ഡിസംബറിൽ 4th NCF ആയിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് മെയിനായിട്ട് പറയണത് എന്താ വെച്ചാൽ മോഡേണൈസിങ് ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് NCF 2005 മെയിനായിട്ട് പറയണത്. അത് എയിം ടു പ്രൊമോട്ട് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഒരു ബേർഡനും കൂടാണ്ട് എങ്ങനെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാമെന്നാണ് അവർ പറയണത്. 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഡിസ്കസിങ് വെൻ, വാട്ട്, വൈ ആൻഡ് ഹൗ ടു ടീച്ച് ആൻഡ് ട്രെയിൻ. The main purpose of NCF 2005 was to promote the overall development of children and make a shift from mechanical textbook oriented learning. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ലേണിംഗ് അല്ലാണ്ട് ആ ടെക്സ്റ്റ് ബുക്കിന് പുറമേ ഉള്ള ഒരു ലൈഫ് അത് എക്സ്പീരിയൻസ് ചെയ്ത അവരെ പുറമേ ഉള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശം കൂടെ ഈ ഒരു ഫ്രെയിം വർക്കിനുണ്ട്. പിന്നെ NCF എൻഷുർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നോ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓർ എബിലിറ്റി, ആൻഡ് ഓൾസോ ഇറ്റ് എൻഷുർ ദ ഓവറോൾ അക്കാഡമിക്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അക്കാഡമിക്കിലുള്ള ഓവറോൾ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റൊക്കെയാണ് ഇതുകൊണ്ട് അവർ എൻഷുർ ചെയ്യാൻ നോക്കുന്നത്. ഒരു ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള രീതിക്കാണ് ഈ ഫ്രെയിംവർക്ക് പറയണത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ലേണിംഗ് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പം എന്ത് പഠിപ്പിക്കുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആവാണ്ട് ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സാമ്പിൾസും എക്സ്പീരിയൻസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇംപ്ലിമെൻറ്റ് ന്യൂ ഏജ് ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് റാദർ ദാൻ എൻകറേജിങ് റോട്ട് ലേണിംഗ്. അതായത് അവരിപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിപ്പിക്കാണ്ട് ബൈ ഹാർട്ട് മെത്തേഡ് മാറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് മെത്തേഡിലേക്ക് മാറണം എന്നാണ് പറയണത്. എന്താണ് കണക്റ്റ് നോളജ് ടു ദ ഔട്ട്സൈഡ് ദ സ്കൂൾ. അതായത് ഇപ്പോൾ ടെക്നോളജി ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ടെക്നോളജി ബേസ് ചെയ്ത ഏത് മെത്തേഡാണോ ഓരോ കാലഘട്ടത്തിൽ മാറുന്നത്, അപ്പോൾ അതനുസരിച്ച് അവരെ അതായിട്ട് കൂടുതൽ യൂസ് ചെയ്യിച്ച് അങ്ങനെ ഒരു ലേണിംഗ് അവർക്ക് നൽകണം എന്നാണ് പറയണത്. പിന്നെ ഇംപ്രൂവ് ദ അസസ്മെൻറ്റ് ആൻഡ് എക്സാം മെത്തേഡ്സ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ഫ്ലെക്സിബിൾ. പിന്നെ എൻഷുറിങ് ദാറ്റ് സ്റ്റുഡൻസ് ബിക്കം ഡ്യൂട്ടിഫുൾ സിറ്റിസൺ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റൽ പ്രോഗ്രസ്. അതായത് അവരെ ഒരു അതായത് ഒരു നല്ലൊരു സിറ്റിസൺഷിപ്പായിട്ട് വാർത്തെടുക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ഫ്രം റോട്ട് ലേണിംഗ് ടു കൺസ്ട്രക്റ്റീവ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ്. അതായത് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇതിൽ പറയേണ്ടത്. അവർ അതായത് എക്സ്പീരിയൻസ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് അവരെ ലേൺ ചെയ്യിക്കാൻ. പിന്നെ ഇൻ്റഗ്രേറ്റ് വാല്യൂസ്, എൻവിറോൺമെൻറ്റ്, പീസ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതിൽ പറയണത് കുറച്ച് കോർ സബ്ജക്റ്റ് പറയണത് ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ കുറച്ച് കോർ സബ്ജക്ട്സ് പറയുന്നുണ്ട്. അതിലിപ്പോൾ ലാംഗ്വേജ് നോക്കാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആണ്. അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതെന്താണ് ഇംപ്ലിമെൻറ്റ് 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് എടുക്കാന്നുണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യണത് കുട്ടീൻ്റെ എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ ആൻഡ് സോൾവ് പ്രോബ്ലംസ് ആണ്. സയൻസിലേക്ക് എടുക്കാന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യണത് മെത്തേഡ്സും പ്രോസസ്സും അതെന്താണ് അവർക്ക് ഒരു ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നൽകുന്നതാണ് പറയണത്. ഇനി സോഷ്യൽ സയൻസ് ഉണ്ട്. അതിലെന്താണ് ഒരു പ്രൊമോട്ടിങ് കീ നാഷണൽ കൺസേൺസ് സച്ച് ആസ് ജെൻഡർ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, സെൻസിറ്റിവിറ്റി ടു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എക്സെട്ര. ഒരു ക്രിട്ടിക്കൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് ഇതിലൂടെ അവർ ഈ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടും എന്താണ് ഇവർ പറയണത്. പിന്നെ വർക്ക് എക്സ്പീരിയൻസിലോട്ട് വന്നാൽ അതിലെന്താ ആ ഒരു കുട്ടീൻ്റെ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതാണ് വർക്ക് എക്സ്പീരിയൻസിലൂടെയൊക്കെ സ്കൂളുകൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് എന്താ നൽകുന്നത്, ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനെ പറ്റിയിട്ടൊക്കെ. ഹെൽത്ത് ഡിസീസ്, ഫിസിക്കൽ ഫിറ്റ്നസ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിൽ മേജർ റിഫോംസ് ഇൻ കരിക്കുലം ആൻഡ് പെഡഗോജി ഉണ്ട്. അതിൽ പറയണത് എംഫസൈസ് ഓൺ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്, പ്രൊജക്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്.
ഒരു പ്രൊജക്റ്റും എക്സ്പീരിയൻസ് ആക്ടിവിറ്റീസിലൂടെയൊക്കെ വേണം അവരെന്താണ് അവരുടെ ലേണിംഗ് എംഫസൈസ് ചെയ്തെടുക്കാനും. അതുപോലെ തന്നെ ഫോക്കസിങ് ഓൺ ലാംഗ്വേജ് ലേണിംഗ് ത്രൂ മൾട്ടി ലിംഗൽ അപ്രോച്ച്. പിന്നെ ഉള്ളത് പിന്നെ പറയണത് അവർക്ക് എന്താണ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. നോളജ് അവരെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻസ്, അതിൽ എന്തൊക്കെ അവർ ഉൾപ്പെടുത്തണം, എങ്ങനെയൊക്കെ അവർ അവരുടെ ഓരോ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCFTE 2009. ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് NCTN നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ NCF 2005 ആൻഡ് RTE 2009, റൈറ്റ് ടു ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ആണ് 2009. ഈ ഒരു NCFന്റെയും RTEന്റെയും ബേസ്ഡ് ആണ് ഈ ഒരു NCFT എന്താണ് NCT പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇതിന്റെ ടൈറ്റിൽ തീം എന്ന് പറയുന്നത് ടുവേർഡ്സ് പ്രിപ്പയറിംഗ് പ്രൊഫഷണൽ ആൻഡ് ഹ്യൂമെയിൻ ടീച്ചർ. ഒരു നല്ലൊരു ടീച്ചറിനെ എങ്ങനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഈ ഒരു NCFT 2009 എന്താണ് ഒരു 6 ചാപ്റ്റർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് കോണ്ടക്ട്സ്, കൺസേൺസ് ആൻഡ് വിഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. രണ്ടാമത്തത് കരിക്കുലർ ഏരിയാസ് ഓഫ് ഇനീഷ്യൽ ടീച്ചർ പ്രിപ്പറേഷൻ. മൂന്നാമത്തത് ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. നാലാമത്തത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഫോർ ഇൻ സർവീസ് ടീച്ചർ. അഞ്ചാമത്തത് പ്രിപ്പയറിംഗ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ്. ഇതിൽ മെയിനായിട്ട് ഇതിൽ ഓരോന്നിലും പറയണത് എന്താണെന്ന് വെച്ചാൽ ഓരോ അധ്യാപകന്മാർക്കും എന്താണ് ഓരോ നമ്മുടെ ഈ ഒരു ഓരോ കാലഘട്ടം അനുസരിച്ചും ഓരോ രീതികളാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാവട്ടെ എല്ലാത്തിലും സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ച് എല്ലാവരും എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അവരുടെ കരിക്കുലം എന്താണെന്നും സബ്ജക്ട് കണ്ടന്റ് എന്താണെന്നും അതുപോലെ തന്നെ പെഡഗോജി അവരുടെ എല്ലാ സിസ്റ്റം എന്താണെന്നൊരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓരോ ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. അവരുടെ അടുത്ത് കൂടുതൽ ഇടപഴകി അവരെ നല്ലോണം ഒബ്സർവ് ചെയ്യണം. എന്താണ് സോഷ്യലി, അതായത് എക്കണോമിക്കലി, കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെ എല്ലാ വഴിയിലൂടെ അവരെ കൂടുതൽ ഒബ്സർവ് ചെയ്യണം. അവരായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റിംഗ് സെക്ഷൻസ് ഒക്കെ വെക്കണം എന്നാണ് പറയണത്. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ നോളജ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യും. പിന്നെ കപ്പാസിറ്റീസ് ത്രൂ എ വെറൈറ്റി ഓഫ് സെൽഫ് ഡയറക്റ്റിംഗ് ടാസ്ക് ഇൻക്ലൂഡിങ് കേസ് സ്റ്റഡീസ്, പ്രോജക്ട്, സെമിനാർസ്, റിസർച്ച് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ട്രെയിനീസ് ആകുമ്പോഴത്തേക്കും ഇന്റേൺഷിപ്പിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിലൂടെ അവരെന്താണ് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ എബിലിറ്റിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എഴുതുന്ന കേസ് സ്റ്റഡീസ്, പ്രൊജക്ട്സ്, സെമിനാർസ്, റിസർച്ച് ആക്ടിവിറ്റീസ് ഇതെല്ലാം കൂടുതൽ നമ്മളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയണത്. പിന്നെ മേജർ റിഫോംസ് അണ്ടർ NCFT 2000 അതിൽ ഇന്റഗ്രേഷൻ ഓഫ് തിയറി വിത്ത് പ്രാക്ടിക്കൽ ഫീൽഡ് എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ അതിലൂടെ നമ്മൾ എന്താണ് ഇന്റഗ്രേറ്റ് അവർ തിയറി. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് റിഫ്ലക്റ്റീവ് ആൻഡ് പ്രൊഫഷണൽ ടീച്ചേഴ്സ്. ഒരു നല്ലൊരു അധ്യാപകരായിട്ട് മാറ്റിയെടുക്കാനാണ് ഈ ഒരു NCFT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് ഓൺ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ സെൻസിറ്റിവിറ്റി, യൂസ് ഓഫ് ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ICT സ്കിൽസ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കി അത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം എന്താണ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളുടെ മുന്നിലേക്ക് പോകാനായിട്ട്. പിന്നെ കമ്പാരേറ്റീവ് ഹൈലൈറ്റ്സ് ആണ് NCFന്റെയും NCFTയുടെയും. ആസ്പെക്ട്സിൽ പറഞ്ഞത് ഫോക്കസ്, അത് NCF ഫോക്കസ് ചെയ്യുന്നത് കരിക്കുലം റിഫോം ആണെങ്കിൽ NCFT ഫോക്കസ് ചെയ്യുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ റിഫോമിനെയാണ്. ഒരു നല്ല ട്രെയിനീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പിന്നെ NCFന്റെ കീ ഐഡിയ എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആണെങ്കിൽ NCFTന്റെ എന്ന് പറയുന്നത് ടീച്ചർ ആസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പിന്നെ NCFന്റെ ഇംപ്ലിമെന്റിംഗ് ബോഡി എന്ന് പറയുന്നത് NCERT ആണെങ്കിൽ NCTE ആണ് NCFTയുടെ ഇംപ്ലിമെന്റിംഗ് ബോഡി. ഇനി NCF 2005 ഇവാലുവേഷൻ ചെയ്തേക്കുന്ന CCE ആണ്. NCFT ആണെങ്കിൽ റിഫ്ലക്റ്റിംഗ് അസസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്.
അതിൽ ടീച്ചിങ് മസ്റ്റ് ഫോക്കസ് ഓൺ സ്റ്റുഡൻറ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് റാദർ ദാൻ ജസ്റ്റ് കംപ്ലീറ്റിംഗ് ദ സിലബസ്. അതായത് ഒരു സിലബസ് തീർക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് സ്റ്റുഡൻസിന് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കണം അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. എൻകറേജിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇറ്റ് ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ്, തിങ്കിങ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഫൈൻഡ് ദെയർ ഓൺ ആൻസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറൈസ് ഫാക്ട്സ്. അതായത് അവർക്ക് എന്താണ് ഒരു അവരെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വളരുന്ന രീതിക്കായിരിക്കണം നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ചെല്ലേണ്ടത്. പിന്നെ ദ ടീച്ചേഴ്സ് റോൾ ഈസ് നോട്ട് ജസ്റ്റ് ടു ടീച്ച് ബട്ട് ടു ഇൻസ്പയർ, ഗൈഡ് ആൻഡ് ലേൺ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്ത് അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി പോവാണ്ട് ഔട്ടർ, അതായത് അതിനും പുറമേ ഉള്ള കാര്യങ്ങളും കൂടെ അവരിലേക്ക് എത്തിക്കണം. ഒരു ഗുഡ് സിറ്റിസൺഷിപ്പ് ആയിട്ട് നമ്മൾ അവരെ വാർത്തെടുക്കണം. Regular observation and feedback help in understanding each learner's growth better than one-time exams. Education should not only build knowledge but also develop moral values, empathy and digital skills for today's world. ഇന്നത്തെ ലോകത്ത് എന്താണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഗുഡ് സ്റ്റുഡൻസ് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ICT ആൻഡ് മൾട്ടിമീഡിയ ഫെസിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് NCF ഉൾപ്പെടുത്താൻ പറ്റും. ആ ഫ്രെയിം വർക്ക് കൊണ്ടുവന്നേക്കുന്ന കാര്യങ്ങളാണ്. പ്രൊവൈഡ് സ്കൂൾ ലൈബ്രറീസ് ആൻഡ് ലാബ് ഫെസിലിറ്റീസ്, ഇതൊക്കെ NCFൻ്റെ കീഴിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സേഫ് എൻവിറോൺമെന്റ് ആയിരിക്കണം എപ്പോഴും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ചുറ്റുപാട് ഉണ്ടായിരിക്കേണ്ടതെന്ന് NCF പറയുന്നുണ്ട്. NCF 2005 റീഡിഫൈൻ വാട്ട് ആൻഡ് ഹൗ ചിൽഡ്രൻ, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു NCF 2005 റീഡിഫൈൻ ചെയ്തേക്കുന്നത്. NCFT 2009 റീഡിഫൈൻ ഹൗ ടീച്ചേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്, എങ്ങനെ ഒരു ടീച്ചർ ട്രെയിൻഡ് ആവണം എന്നുള്ളതാണ് NCFTയിൽ പറയണത്. The principles of NCF 2005, like learning without burden and the promotion of democratic values and are considered important for creating inclusive learning environments. എന്താണ് കുട്ടികൾക്ക് പഠിക്കണം, ഒരു ബോർഡൻ കൂടാണ്ട് അവരെ എങ്ങനെ പഠിപ്പിക്കാമെന്നാണ് NCF മുന്നോട്ട് വെക്കുന്നത്. NCFT 2009 focused on reflective practice, highlights the need for continuous self-assessment and adaptation. ഇനി MCQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who developed the National Curriculum Framework NCF 2005? ആൻസർ NCERT ആണ്. സെക്കൻഡ് വന്ന് വെച്ചാൽ then NCF 2005 emphasizes a shift from dash, അതിലെ ആൻസർ ടീച്ചർ സെൻറ്റേർഡ് ടു ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the NCFTE 2009 was framed by who? അത് NCTE ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ NCF 2005? ഓപ്ഷൻ ബി CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് ആൻസർ. ഇൻ ഫിഫ്ത്ത് വൺ, സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് NCF 2005 പ്രൊമോട്ട് സ്ട്രെസ് ഫ്രീ ലേണിംഗ്. സ്റ്റേറ്റ്മെന്റ് 2, ഇറ്റ് ഫോക്കസസ് ഓൺ മെമ്മറൈസേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ്. ആൻഡ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is false. NCF എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? സ്ട്രെസ് ഫ്രീ ലേണിംഗ് ആണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1, NCFTE 2009 aims at developing reflective teachers. Statement 2, it ignores the use of ICT in education. അതിൽ ആൻസർ C ആണ്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആണ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് ഇൻകറക്റ്റ് ആണ്. പിന്നെ സെവൻത്ത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു NCF 2005 ഇവാലുവേഷൻ ഷുഡ് ബി ഡാഷ്, അതിലെ ആൻസർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, എ മേജർ ഫോക്കസ് ഓഫ് NCFTE 2009 ഈസ് ബി ആണ് ആൻസർ, സ്ട്രെങ്തനിങ് റിഫ്ലക്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ടീച്ചർ പ്രാക്ടീസസ്. നയൻത്ത് വൺ എന്ന് പറഞ്ഞാൽ NCFTE 2009 recommends integration of theory and practice in teacher education. Reason എന്ന് പറയുന്നത് this helps teachers apply knowledge effectively in real classroom situation. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. Both A and R are true and R is the correct explanation of A. 10th one, how many chapters the National Curriculum Framework for Teacher Education of 2009 contains? Answer C ആണ്. 6 ചാപ്റ്റേഴ്സ് ആണ് NCFTE കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്.
ഇത്രേ ഉള്ളൂ NCF ഉം NCFT യും തമ്മിലുള്ള മേജർ റിഫോംസ് ഒക്കെ.